വെൽക്കം ടു ജെഡി വ്ലോഗ്സ്. ജെഡി വ്ലോഗ്സ് എല്ലാം ഇഞ്ഞൊരു കൊടക്കീഴിൽ കോമഡി പറയണം. മണിക്കൂർ മുന്നേ കിട്ടി കോമഡി. നമ്മൾ അവിടെ വന്നിരിക്കണെന്ന് കോട്ട മൈതാൻ അല്ല, കോട്ട മൈതാൻ അല്ല, ഫോർട്ട് മൈതാൻ. ഫോർട്ട് മൈതാൻ, ടിപ്പു സുൽത്താൻ ഫോർട്ട് മൈതാൻ, ടിപ്പു സുൽത്താന്റെ കോട്ട, പാലക്കാട്. ഇത് ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരാലി പണിത കോട്ടയാണ് 1960s. അതിനുശേഷം അല്ല 1760s. അതിനുശേഷം ടിപ്പു സുൽത്താൻ ഇത് കയ്യേറുകയും കുറച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ട് 1917 ടിപ്പു ഇത് തിരിച്ചു പിടിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചു അല്ലേ? ബ്രിട്ടീഷുകാർ കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും യുദ്ധം ചെയ്ത് ടിപ്പു വീണ്ടും പിടിച്ചു. അങ്ങനെ ഇതൊരു ഇപ്പൊ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് ഈ ടിപ്പു സുൽത്താന്റെ കോട്ട ഉള്ളത്. ഇത് പാലക്കാടാണ് ഉള്ളത്. എൻട്രി ഫീസ് 25 രൂപ ഒരാൾക്ക്. ഇത് ജയിലായിരുന്നു ഫസ്റ്റ്. ഇത് ജയിലായിരുന്നു ശരിക്കും. മലമ്പുഴയ്ക്ക് മാറ്റി ജയില്. ഇപ്പോഴും ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മറ്റേ കേസിൽ ഉള്ളിൽ പോകേണ്ടതാണ്. നീ തന്നെ അങ്ങനെ വീടിനടുത്താണ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് വന്ന് കാണാം. അതൊന്നും സുഖമാണല്ലോ. അല്ല, വീടിന്റെ അടുത്തല്ലേ? ഞങ്ങൾക്ക് ഇടക്കിടക്ക് വന്ന് കാണുകയൊക്കെ ചെയ്യാം. ഇപ്പോഴും ജയിലിൽ പ്രവർത്തിക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഇല്ലില്ല, ജയിലിൽ സോറി. പക്ഷെ പോലീസിനെല്ലാം അടക്കം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ജയിലിന് മുന്നേ ഉണ്ടായിരുന്നു. ഇവൻ 2 മാസം ഇവിടെ പോലീസ്. എനിക്ക് വിസിറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ എന്തോ ഓഫീസാ, താലൂക്ക് ഓഫീസ് എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ എന്തോ ഗവൺമെന്റിന്റെ എന്തോ ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് മാത്രം ഉണ്ട്. റേഷൻ കടന്റെ സംഭവം ഇല്ലേ, അത് മാത്രം. റേഷൻ കടയാക്കി. റേഷൻ കടന്റെ മാസ്റ്ററിംഗ് കഷ്ടപ്പെട്ട ഒരു കോട്ട കെട്ടിട്ട് ഇപ്പൊ റേഷൻ കട. അങ്ങനെ കണ്ട ചങ്ക് പൊട്ടി ചാവുക പാവം. അതെ, അതുകൊണ്ട് മൂപ്പര ഇവിടെയൊക്കെയല്ലേ യുദ്ധങ്ങൾ നടന്നത്? ആര്? അല്ല, ഈ ബാഹുബലിയെ കണ്ടിട്ടില്ല? ബാഹുബലിയ വെണ്ണ ഇതിന്റെ അപ്പുറം മറ്റേ ഇതാണ്, ഏത് വെള്ളമാണ്. ആ വെള്ളമാണ്. അപ്പൊ അവിടെ നിന്ന് പടയാളികൾ ആ കിടങ്ങ് 2 ഇതുള്ള ഇത്ര വലിയ കിടങ്ങ് ടിപ്പുവിന്റെ കുതിര എടുത്ത് ചാടുന്ന ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് മൈസൂർക്ക് 1 മണിക്കൂർ പോകാൻ പറ്റുന്ന ഒരു ഗുഹയുണ്ട്. അതൊന്ന് നമ്മൾ കണ്ടുപിടിക്കും. മൈസൂർ കൂട്ടാലോ? എന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഇവിടെ എവിടെയും നടന്ന് തുറന്ന അവസാനം പോലീസ് പിടിച്ച്. ഞാൻ കാണിച്ചുതരാം. അറിയോ? ഈ കോട്ട മുഴുവൻ അരച്ചേലിക്ക് കുടിച്ച ആളാണിത്. നിഖിൽ റാം. 10 കൊല്ലം ഇതിന്റെ ഉള്ളിലായിരുന്നു. അതെ, എന്നിട്ട് ഇപ്പൊ റിലീസായുള്ളൂ. ജയിലിൽ മാറ്റിയപ്പോ റിലീസാക്കി പഴയ ആൾക്കാരിനൊക്കെ. അങ്ങനെയാണ് ഇത് വന്നത്. ഇത് ശരിക്കും യുദ്ധം എന്നല്ല, കേരളം തമിഴ്നാട് ബോർഡറിന്റെ ഒരു ആയുധ കേന്ദ്രം പോലെ. ഈ സർക്കിൾ എന്തിനായിരുന്നു? ഇവിടെ എത്ര സർക്കിൾ ഉണ്ട്? ഇവിടെ നിന്നാണ് യുദ്ധങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. കമോൺ, സിനിമകളൊന്നും കാണാറില്ല? അല്ല, മറ്റേ യുദ്ധത്തിന്റെ സിനിമകൾ. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ മറ്റേ യുദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ യുദ്ധം അങ്ങോട്ട് തീരും. ഇവിടെ നിന്നിട്ട് മറ്റേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് കാണാം. പമ്പ് കാട്ടെ തലയിൽ കയറുമല്ലോ. അങ്ങനെ നോക്കാൻ പാടില്ല. ഇവിടെയാണ് പീരങ്കികൾ വെക്കാനുള്ള. പീരങ്കി അല്ലേ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് കോൺഫിഡന്റ് 100% ബീരങ്കിയാണ്. പിന്നെ കണ്ട അയാൻ, ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എപ്പോഴും ഇങ്ങനത്തെ സാധനത്തിൽ നിറഞ്ഞതായിരിക്കും. നോക്ക്, ബ്രിജേഷ്, ഇവന്റെ പേരൊക്കെ ഉണ്ടാവും ചിലപ്പോ. അക്ഷയ എന്നൊക്കെ പണ്ട്. സരിക, ഇത് നീ എഴുതിയതല്ല? സ്പെല്ലിംഗ് ഒന്നും അറിയില്ല. ഇതാണെങ്കിൽ മുന്നേ വിചാരിക്കും വെസ്റ്റേൺ. ഇതാണ് നമ്മുടെ ഹിസ്റ്റോറിക് പ്ലേസിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. അതെ, ഇതാരാ എഴുതിയെന്നുള്ള അവര് കമന്റ് ചെയ്യുക. അപ്പൊ ഈ സർക്കിളിനുള്ളിലായിരുന്നു യുദ്ധം നടന്നുണ്ടായിരുന്നു അല്ലേ? ഇത്ര നേരം കണ്ട ഒരു ഡയലോഗ് ഇത്രക്കുണ്ട് വിവരം. അല്ല, അങ്ങനെയല്ല. ഇവിടെ എന്താണ് ഇതെല്ലാം ഇത്രയും നേരം എടുത്തു വെച്ച ഡയലോഗ് സമയത്തിന്. ഇനി കൊട കൊണ്ടൊരു പ്രോപ്പർട്ടി കോമഡി ഉണ്ട്. അത് കഴിഞ്ഞു, പറഞ്ഞു. ഇനി പുതിയ കിട്ടിയിട്ടില്ല. അവിടെയാണ് നമ്മൾ അഡ്വഞ്ചർ പുതിയ സാധനം കണ്ടുപിടിക്കാനുള്ളത്. റൗണ്ടില്. അതെ, തുരങ്കപാത. ഇവിടെ ടിപ്പുവിന്റെ പട, അങ്ങനെ കുറെ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവര് തമിഴ്നാട് കേരളം അതിന്റെ അതിർത്തിയിലായിട്ടൊരു സാധനം വേണം പറഞ്ഞിട്ടാണ് ടിപ്പു കോട്ട
എടുത്തിട്ടുണ്ടായിരുന്നത്, കെട്ടിയത്. റെന്റിനെടുത്തത്? ആ റെന്റിനെടുത്തത് അന്ന് 300 ദിർഹം. 300 രൂപ. 300 രൂപ. 300 രൂപ കഷ്ടപ്പെട്ട് കെട്ടിണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. ആര്? ഞാനും ടിപ്പും കൂടി. അതെ അതെ, ഞാനും ടിപ്പും കൂടി. ഞാനാ ഒന്നും ആർക്കും അറിയാത്ത ചരിത്രം. ഫോട്ടോ അതെ, ഇനി ആരുടെ അടുത്ത് പറയണ്ട. അത് എന്നിലൂടെ നന്നായി. ഇത് ശരിക്കും എത്ര ഇതുണ്ട് സ്ഥലം? ഇത് അന്ന് ഞങ്ങൾ അളക്കുമ്പോ സത്യം പറഞ്ഞ ഒരു 2 ഏക്കർ. ഒരൊറ്റ ചവിട്ട് മതി നമുക്ക് ആവശ്യം. മറ്റേ മൈസൂരോടെ തുറക്കുമ്പോ അതിലിട്ട് അടക്കിവനെ. ഇത് അത്യാവശ്യം 1 ഏക്കർ കണക്കിന് ഉണ്ടാവൂലേ? അതിൽ കൂടുതലുണ്ട്. 2 ഏക്കറിന്റെ അടുത്തുണ്ട് തോന്നുന്നു അല്ലേ? അതിനേക്കാളും ഉണ്ടാവും. അത്രയും സ്ഥലം. അന്ന് ടിപ്പു ഇത് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവര് പൈസക്കാരായി. നമ്മുടെ അപ്പാപ്പനൊക്കെ അങ്ങനെയായിരുന്നു. അതെ, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. പാട്ടത്തിന് കൊടുത്ത് പാട്ടർ സമ്പ്രദായം വന്നതും സാധനം പോയി. ഇതിപ്പോ ഞങ്ങള് പണിക്കൊണ്ട അവസ്ഥയായി. അപ്പാപ്പന സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നേരം അന്വേഷിച്ച തുരങ്കപാത ഞാൻ കണ്ടുപിടിച്ചേരാം. ഏത്? എവിടെ? ഇങ്ങോട്ടാ. ഇതാണോ തുരങ്കപാത? തുരങ്കപാത താഴ്ത്തങ്ങ ഉള്ളിക്ക് വഴി എവിടെ? മൈസൂരിലേക്കുള്ള തുരങ്കപാത. ഇതാണ് ഇതല്ല പോണതിനാ. ഇതന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ. വെറുതെ ഒരു തുരങ്കം കണ്ടപ്പോ അങ്ങനെ പറയണേ. അതിലൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്നുമില്ല. എടാ ഇതാണ് അന്ന് മറ്റേ അത് മൈസൂരിലുള്ള ആൾക്കാർക്ക് യുദ്ധം നടന്നിരുന്നെങ്കിൽ നമ്മള് മറ്റേ ഇങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. മറ്റേ യുദ്ധം വരുന്നേ അപ്പൊ മറ്റേത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് വരും. അങ്ങനെ 2 സൈഡിൽ നിന്നും ആൾക്കാർ ഓടി പോകാനുള്ളതാണ്. അങ്ങോട്ട് ഇങ്ങോട്ടോ. അതിനകത്ത് മറ്റേ നശിപ്പിച്ചു ആൾക്കാരുടെ ഒരു ഇത്. ഇവനെ ഒന്നുമില്ല, കാണുമ്പോ തന്നെ അറിയുന്നില്ല. വലിയ സ്റ്റിക്ക് ഉണ്ടാ ചുമരിട്ട്. ദാ ഇവിടെ നിന്നിട്ട് ഇതിന്റെ മേലെ അവിടെ ചുമരാണ്, ഗേറ്റ് അല്ല. അതിപ്പോ അടച്ചതാണ്. അങ്ങനെ ഒന്നും അറിയില്ല. തള്ളാങ്ങനെ പഴയ കോട്ടയാണ്. യുദ്ധം വരുന്നുണ്ട്. അതാ ഇവിടെ നിന്ന് തെക്കോ അടിക്കണു. ഓ ആ പൊട്ടി വീഴാ. അച്ചോട്ട് കയറില്ലാട്ടാ. ഇല്ലല്ല ഞാനില്ല. കൊള്ളാം, നല്ല കൊള്ളാം. ഇവിടെ ഞാൻ ആദ്യമായിട്ടാ കയറി. ഇവിടെ നിന്നാണ് ഈ ടിപ്പു ഇതൊക്കെ വീക്ഷിച്ചത്. ഇവിടെ ടിപ്പ് ഇവിടെ നിക്കുക. എവിടെ? ഇവിടെ ഈ വെയിലത്ത് നിന്ന് കരിഞ്ഞ് അങ്ങനെയാണ് മരിച്ചത്. അങ്ങനെ മരിച്ചത് വയ്യാതായിട്ട് കുഴഞ്ഞുകൊണ്ട് മരിക്കായിരുന്നു. അപ്പുറത്ത് തന്നെയാണല്ലേ. ഇനി ഫുള്ള് തന്നെ. അവിടെ പോയി മറ്റേ ചിൽഡ്രൻസ് പാർക്ക് കാണാം അല്ലേ? ചിൽഡ്രൻസ് പാർക്ക്, കോട്ട കാണാൻ വന്ന ചിൽഡ്രൻസ് പാർക്ക്. ഇത് അത് മതി. അവിടെ ഓരോരുത്തരും സ്റ്റെപ്പിന് ഒരു പിടുത്തുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇറങ്ങുമ്പോ നോക്കിയപ്പോ പൊടുക്കാണ് പൂപ്പത്. അങ്ങനെ മൈസൂരിന്റെ തുരങ്കപാതയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ എവിടെ തുരങ്കം? ഒറ്റക്കൊരു കണ്ടന്റ്. ആരും ഇല്ലെങ്കിൽ ചാനൽ ഒറ്റയ്ക്ക് നടത്താൻ എനിക്കറിയാം അല്ലെ. വെങ്കടേഷ് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പും കൂടി വെച്ചാ തിയേറ്റർ നിറച്ചേരാ പറഞ്ഞ പോലെ ചാടി ഇറങ്ങി പോയി. വഴി പറ. അടുത്ത ഒറ്റ വഴിയുള്ളൂ. ഇത് കഴിഞ്ഞ ശരിക്കും പറഞ്ഞ പാലക്കാട് വരുന്നവർക്ക് ഹാഫ് ഡേ ട്രിപ്പ് ആയിട്ട് എടുത്തൂടെ? ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ആക്കാനുള്ള സാധനം ഉണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ട് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ച് താഴെയൊക്കെ വിസിറ്റ് ചെയ്ത് ഫോട്ടോഷൂട്ടിന്റെ സ്ഥലമാണ്. ഇതിപ്പോ ഇത് മെയിൻലി ഉപയോഗിക്കുന്ന കല്യാണങ്ങളുടെ ഫോട്ടോഷൂട്ട്. ഒരു കാലത്ത് ചരിത്രമായിരുന്നു. ഇപ്പൊ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട്. ആരുടെ ബാഗ് താഴെ പോയിക്കുന്നത് അതെടുക്കാൻ പറ്റില്ല. ഇവിടെ വന്ന ആരുടെ ബാഗ് താഴെ കേറി വരാ. അതിലൊരു 150 രൂപ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കാനുള്ള പൈസയായി. അതെ, രാവിലെ ഞാൻ വിളിച്ചപ്പോ തന്നെ അതാ ചോദിച്ചു. ഇത് കഴിയുമ്പോ എത്ര മണിയാവും? ഞാൻ പറഞ്ഞ ഒരു 11-12 മണിയാവും. ഓ ചായ കിട്ടൂലേ? ഞാൻ പറഞ്ഞ കിട്ടും. ഓക്കെ നല്ലൊരു കടയില്ലോ. പിന്നെ ഉച്ചക്ക് ഫുഡായല്ലോ. ഷൂട്ടിന് വിളിച്ച ഫസ്റ്റ് ചോദിക്കുന്ന സമയം, എവിടെയാണ്, എന്താണ്, എവിടെയാണ് ഷൂട്ട്, എന്താ പരിപാടി, അതല്ല ഫുഡ് കിട്ടോ. ഞാൻ റെഡി. എന്താ ഷൂട്ട്? ചോറ് താ മുഖ്യം. അത് ടിപ്പുവിന്റെ ബാത്റൂം. അതാണ് ടിപ്പുവിന്റെ ബാത്റൂം. പറഞ്ഞിട്ട് എന്തായാലും ഇത്ര ചെറുത് ഇത്രയും ചെറിയ ബാത്റൂം അല്ലേ? ഇത്രയും വലിയ കോട്ട കെട്ടിയിട്ടിട്ട് ബാത്റൂം ആകെ ചെറുത്. നമ്മളെ വലിയൊരു സർക്കിൾ നമ്മൾ വന്നു. നമ്മൾ അത്യാവശ്യം നടന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട്, വേർത്തു അല്ലേ? അതാണ് ഞാൻ കോട്ട എടുത്തത്. കഴിയാറായിട്ടാ കോട്ട. ഇപ്പൊ ഏകദേശം നമ്മൾ വന്നിട്ട് 1/4-3 മണിക്കൂറായി. ഈ വാഴക്ക് എത്ര പ്രായം ഉണ്ടെന്ന് അറിയില്ല. ഏട്ടന്റെ ഒതുക്കിയില്ലേ? പറയാൻ ഡയലോഗും ഇല്ല. പഠിച്ചു വെച്ച ആലോചിച്ച് വെച്ച ഡയലോഗും മറന്നുപോയി. ഒന്നും പറയാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ കോമഡി കമഴ്ത്തോ. ആലുമരം ഇതിന്റെ താഴെ ഇരുന്നിട്ടാണ് ടിപ്പു കാറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതെ,
അത് നമ്മുടെ മൂപ്പർക്ക് SMS അയക്കുമായിരുന്നു. ഞാൻ ആൽമരത്തിന്റെ താഴെയുണ്ട്, കാറ്റുകൊള്ളാണ്. അതെ, 3/4 മണിക്കൂറിലൊരു കോമഡി. അങ്ങനെ നമ്മള് സർക്കിൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വന്ന അത്രയും ദൂരം നടന്നാലേ നമ്മള് ആ വന്ന സ്ഥലത്ത് എത്തുള്ളൂ. അവിടെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ആവും. ഇവിടെ പോട്ടെ കട്ട് ചെയ്തേ. അതെ, ഇപ്പൊ കാണിച്ച ഒരു 10 സെക്കൻഡ് കട്ട് ചെയ്യാനുള്ളതാണ്. എക്സൈറ്റ്മെന്റ് കാണിക്കത്രേ. എന്ത് കാണിക്കേ? ഞാനൊരു പേടി. പെൻസിൽ എൻട്രൻസ് വഴി തന്നെ ഇറങ്ങണല്ലേ? അവിടെ ആ വഴി കണ്ടില്ല, അതിൽ കൂടെ ഇറങ്ങിക്കൂടെ. അതായത് ഇവൻ ഇതെന്താന്നറിയോ, കല്യാണ വീട്ടിലൊക്കെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങി വരില്ല. അതാണെന്ന് വിചാരിച്ചു. ഇത് കോട്ടയടാ, ഒരു വഴിയുള്ളൂ. ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നതിനാ ടിപ്പുവിന് പോവാൻ വേറെ വഴി. അതാണ് ആ വഴി ഞാൻ കാണിച്ചു തന്നില്ലേ? പോയിട്ട് ആലപ്പുഴ മരിച്ച് ജീവനില്ലാത്തപ്പോ മരിച്ചല്ലോ, കൊന്നല്ലേ. അങ്ങനെ നമ്മൾ മേലത്തെ പൂർത്തിയാക്കി. ഇനി താഴെ. ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താന്റെ ജയിൽ. ഇതാണ് ജയിലിന് മുന്നേ ഇപ്പൊ കേരള പോലീസിന്റെ ജയിലായിരുന്നു അല്ലേ? കേരള പോലീസിന്റെ അല്ല പെണ്ണേ, വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുന്ന സ്ഥലം. വിസിറ്റേഴ്സിനെ കാണുന്ന സ്ഥലം ജയിൽ. വിസിറ്റേഴ്സിനെ കാണുന്ന സ്ഥലം. ഇവിടെയും ഇതും ഈ റൂം, ഇതാ ഈ റൂമില് നമുക്ക് ഇതുവരെ പോവാം. വന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അത് അവിടെ പോയി നിക്കാം. ഇങ്ങനെ അതായത് ശിവൻ ഉള്ളിലായിരുന്നു. കാണാൻ വന്നവര് അതുവരെ വന്നു. ഇവിടെ വരെ വന്നുള്ളൂ. അവര് തരുന്നുള്ളൂ. ഇതാണ് ജയിലുണ്ടായിരുന്നത്. ഇന്നിപ്പോ രാജഭരണമാണെങ്കിൽ ഇവനൊക്കെ ഇതിനകത്താ അല്ലേ? ഇവരും ജനിച്ചിട്ടേ ഉണ്ടാവില്ല. ഇവരുടെ പ്രോപ്പർട്ടി കോമഡി ഉണ്ട്. കൊറേ നേരം ഏതാണ് പ്രോപ്പർട്ടി കോമഡി വെച്ചിട്ട് അതെന്താണ് ആ സാധനം? അതാണ് മറ്റേ വേസ്റ്റ് കത്തിക്കണത്. ഒക്കെ വേസ്റ്റ് കത്തിക്കണ സാധനം സംഭവം അറിയില്ല. എനിക്കറിയാം. അയ്യേ പോക ആ മോളത്തെ സാധനം കണ്ട തന്നെ ഏത് മോളത്തെ പോക പറഞ്ഞില്ല. പറയാനുള്ള ഗ്യാപ്പ് വരണ്ടേ? ഇതെന്താ? ഇതും അത് ഇത് പുതിയതാണ്. പണിയെടുത്ത എന്തോ ഒരു സെറ്റപ്പാണ്. ഏത്? ഇനി വീണ് കിടക്കുന്ന മരത്തിലേക്ക് നമുക്ക് ഓടിക്കേറാം. നമ്മള് കുട്ടികളാണ്. മുന്നേ ഇങ്ങനെ ഓടാൻ പ്രാക്ടീസ് ഉണ്ടാ? ഇങ്ങനെ ഓടാൻ പ്രാക്ടീസ് ഉണ്ടാ? ഇല്ല. ഇങ്ങനെ ഓടാൻ മൈക്ക് കൊറേ ആയില്ല ഇതിലിരിക്കണം വിചാരിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇരുന്നിട്ടില്ല. നല്ല ആഗ്രഹം മനസ്സെത്തുന്നിടത്ത് കാലെത്തില്ല. മുട്ടുവേദന, ഈ വേഷവും ഇതൊക്കെ ഉള്ളൂ. 30+ ആണ്. ഇതൊരു മുത്തശ്ശി മാവ് അല്ലെ? വീണ് കിടക്കുന്ന മാവ്. വീണ് കിടക്കുന്ന മാവിൽ ഓടിക്കേറരുത്. വീണ് കിടക്കല്ലടാ, നമ്മൾ ഉപദ്രവിക്ക. നിക്കുന്ന മാവിൽ കയറണം, അതല്ലേ പവർ. ഒരു കണ്ടന്റ് ഇതില് ഈ വീണ് കിടക്കുന്ന മാവില് വീണ് കിടക്കുന്ന മാവ് അവിടന്നേ ഇത് കാണണം. എന്നെ വീഴ്ത്താതെ ഇവിടെ കയറി. അല്ല, അതല്ല ഞാൻ പറയുന്നേ. അച്ഛേ ഉടന്റെ കോമഡി 2 ദിവസം ആലോചിച്ചാണ്. ഇനി പെട്ടെന്ന് വന്നിട്ട് നീ വീണ് കിടക്കുന്ന മാവ് എന്നൊക്കെ പറഞ്ഞ വീണ് കിടക്കുന്ന മാവ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കിട്ടണ്ടല്ലേ പെട്ടെന്ന്. ഇവന് മാവിൽ തൂങ്ങി നിക്കടാ. കുട്ടികളെക്കാളും പറയണ്ടേ? ടിപ്പു സുൽത്താനും ഭാര്യയൊക്കെ കുളിച്ചിട്ട് അതാ ഇതിങ്ങനെയാവൂ. ഇത് മൾട്ടിപർപ്പസ് കോടയാണ്. എന്താ ഇത്? കഴിഞ്ഞു. ചമ്മി നാറുണ്ടാവാ. ഇത് മറ്റേ ഇത് ഇതാക്കടാ, ഇതിങ്ങനെ വളക്കി. അതാ അത് നേരെ ആക്ക അതിന്റെ ഉള്ളിക്ക്. അങ്ങനെ ഇതാണ് ടിപ്പു സുൽത്താനും ഭാര്യയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്ന കുളം. ആ കാലത്ത് മുന്നോട്ടായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് നോക്കിയേ. അവിടെ ഞാൻ ഉണ്ടാവും. നീ രാജാവാണെന്നുണ്ടെങ്കിൽ നീ ആദ്യം എന്തായിരിക്കും ചെയ്യാ? ഞാൻ മദ്യം പ്രിയ കൊടുക്കും. എല്ലാവർക്കും, പ്രജകൾക്ക് എല്ലാവർക്കും ഒരേപോലെ. എല്ലാവർക്കും. നീ ആണെങ്കിലോ?
അതന്നെ ഞാൻ ഒന്നും കൊടുക്കില്ല. ഞാൻ എല്ലാം എല്ലാം എനിക്ക് വേണം. വാങ്ങിക്കും. എല്ലാം എനിക്ക് വേണം. സാധനം ഞാൻ കൊടുക്കും. നീയോ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാ നീയോ ഞാൻ എല്ലാവർക്കും ആ ജോലി കൊടുക്കും, കാശ് മൊത്തം എനിക്ക്. ആ. അത് നന്നായി. എല്ലാവരും പണിയെടുക്കണം, കാശ് എനിക്ക് കൊണ്ട് തരണം. ആരോട്? KGF ഇന്നലെ കണ്ടിരിക്കുന്നു. ഇന്നലെ കണ്ടില്ലേ? ഞാൻ രാജാവാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഭക്ഷണം, നാട്ടില് പട്ടിണി എന്നൊരു സാധനം ഉണ്ടാവും. ഞാനും അത് ഉദ്ദേശിച്ചു. അതല്ലേ? അപ്പൊ നിങ്ങളെ രാജാവായി കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിന് എന്ത് ചെയ്യുന്നു കമന്റ് ചെയ്യുക.